ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 30, 2024 ഡൽഹി വഴി അഹമ്മദാബാദിലെത്തിയ ഞങ്ങൾ രാവിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോയ വഴിയുള്ള വിശേഷങ്ങൾ ഞാൻ രാവിലെ 9 മണിയോടുകൂടി ജോർജ് ഭവനത്തിൽ നിന്നും യാത്ര തിരിച്ച് 9:30 ഞങ്ങൾ ഹൈവേയിലുള്ള എൻട്രി പോയിൻ്റ് വരികയും അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം 9:30 എത്തിയ വോൾവോ ബസ്സിൽ ഞങ്ങളുടെ യാത്ര ബറോഡയിലേക്ക് തുടരുകയും ചെയ്തു. ഞാനും എൻ്റെ ഭാര്യ ഡേസി, പെങ്ങൾ എൽസമ്മയുടെ ഭർത്താവ് ജോയിച്ചൻ, ഞങ്ങൾ 4 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. 11 മണിക്ക് ബറോഡയിലെത്തിയ ഞങ്ങളെ ഡോക്ടർ സന്തോഷ്, ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ സക്രിയാസിൻ്റെ മകൻ വന്ന് എതിരേറ്റ് അവരുടെ വീട്ടിലെത്തിച്ചു. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ മേരിമ ചേച്ചിയെ വിസിറ്റ് ചെയ്തതിനു ശേഷം 1:30 ഭക്ഷണം കഴിച്ച് 2 മണിക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ കോട്ടൺ പ്ലാന്റ്സ് പല കൃഷികളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം 5 മണിയോടുകൂടി ഞങ്ങൾ സ്റ്റാച്യുവിൻ്റെ താഴെ എത്തിച്ചേർന്നു. സ്റ്റാച്യുവിലെത്താനായി പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഏതാണ്ട് ഒരു 10 മിനിറ്റോളം 5 കിലോമീറ്ററുള്ള ബസ്സിൽ GSRTCയുടെ ഫ്രീ സർവീസ് ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടുത്തെ പാർക്കിങ്ങിൽ എത്തിച്ചേർന്നതിന് ശേഷം കനോപ്പിയുടെ അടിയിൽ കൂടി ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് വേണം സ്റ്റാച്യുവിൻ്റെ ബോട്ടം പാർട്ടിൽ എത്തിച്ചേരാൻ. ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം യാത്ര ചെയ്ത് മനോഹരമായ കാഴ്ചകൾ, പൂക്കൾ, ചെടികൾ, പച്ച നിറത്തിലുള്ള ഇലകൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തുള്ള ഫൗണ്ടനിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ഏതാനും ദൂരം ഞങ്ങൾക്ക് മൂവിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് 5-6 പ്ലാറ്റ്ഫോം വഴി നമുക്ക് സ്റ്റാൻഡ് ചെയ്താൽ മതി, വേണേൽ വാക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഞങ്ങൾക്ക് നർമ്മദയുടെ ബെഡിൻ്റെ താഴെയായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. കനോപ്പി നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പെട്ടെന്ന് ഞങ്ങൾ സ്റ്റാച്യുവിൻ്റെ അടിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് 182 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യുവിൻ്റെ ഏതാനും ഫോട്ടോ എടുത്തതിന് ശേഷം വ്യൂവിംഗ് ഗാലറി എത്തിച്ചേർന്നു. ലിഫ്റ്റിലേറിയ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ്റെ ഓരോ ഭാഗങ്ങൾ ക്ലിയറായിട്ട് കാണുവാൻ സാധിച്ചു. ടോപ്പിലെത്തിയ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ എൻട്രൻസ് ഫീസ് സാധാരണ 350 രൂപയാണ്. അതിൻ്റെ VIP ചാനൽ ഉണ്ട്, അതിൽ ഫാസ്റ്റായിട്ട് എൻട്രി ഉണ്ട്, അതിന് 1500 രൂപയോളമുണ്ട്. ഞങ്ങൾ VIP ചാനലിനോട് ഉള്ളിൽ വന്ന് പെട്ടെന്ന് തന്നെ മുകളിൽ കയറി 5:30 മുകളിലെത്തി ഞങ്ങൾക്ക് ടോപ്പിൽ നിന്ന് ഏതാനും നല്ല ഷോട്ടുകൾ എടുത്തു. മനോഹരമായ ഈ സ്ട്രക്ചർ ബലമുള്ളതും റിബറ്റ് ചെയ്തിരിക്കുന്നതുമാണ്. എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റാം. റിബറ്റിൻ്റെ പ്രത്യേകത അതാണ്. ഇതിൽ വെൽഡിംഗ് ഒന്നും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീലിൽ പണിത വളരെ മനോഹരമായൊരു സ്ട്രക്ചർ കാണുവാൻ സാധിച്ചു. ഞാൻ അവിടെ നിന്ന് സാധാരണ ഞാനും ഇതുപോലെയുള്ള സ്ട്രക്ചറുകൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കത് വളരെ ആസ്വാദകരമായിരുന്നു. ലിഫ്റ്റിൽ താഴെ എത്തി ഞങ്ങൾക്ക് എൻട്രൻസ് പോയിന്റിൽ വീണ്ടും എത്തിച്ചേരുകയും അവിടെ സർദാർ പട്ടേലിൻ്റെ വലിയ ഒരു തലയുടെ റെപ്ലിക്ക കാണുവാൻ സാധിച്ചു. ഇതിൻ്റെ മറുസൈഡിലായിട്ട് മൂത്രപ്പുരകൾ അത്യാവശ്യത്തിന് ഉണ്ട്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പലരും ഓരോ ഷോട്ട് എടുത്തു. അപ്പോൾ കിട്ടിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതേപടി ഒരു വ്യൂവിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ അതേ രൂപം തന്നെ പട്ടേലിന് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ജൂനിയർ പട്ടേലായി തന്നെ ഞാൻ അവിടെ നിന്ന് മുകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നു. കാൽപാദം തനിയെ 10 അടിയോളം ഉയരമുണ്ട്. അതിൻ്റെ താഴെയുള്ള ബേസ് വീണ്ടും ഒരു 10 അടിയുണ്ട്. മൊത്തം ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് കുറേ ഫോട്ടോകൾ എടുത്തതിന് ശേഷം താഴേക്ക് വീണ്ടും 5 എസ്കലേറ്റർ വഴി താഴേക്ക് എത്തിച്ചേർന്നു. കാലിൻ്റെ വിരലുകൾക്ക് മാത്രം ഏതാണ്ട്
5 അടിയോളം ഉയരമുണ്ട്. വലിയ വിരലിന്, ചെറിയ വിരലിന് ഒരു 3 അടിയോളം ഉയരം കാണുവാൻ സാധിച്ചു. ആ ബോട്ടത്തിൽ നിന്ന് ഏതായാലും മനോഹരമായ ഫോട്ടോകൾ ഞങ്ങൾക്ക് എടുത്ത് വീണ്ടും ഓരോരുത്തരായി ഫാമിലിയായിട്ട് നിന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് താഴേക്ക് എസ്കലേറ്റർ വഴി തന്നെ താഴേക്ക് പുറപ്പെട്ടു. ഇവിടെ മെയിൻ പാർക്കിങ്ങിന് ശേഷം 2 രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഒന്ന് GSRTCയുടെ ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസ്, ഇല്ലെങ്കിൽ പിങ്ക് ഓട്ടോ സർവീസ് ഉണ്ട്, 3 പേർക്ക് യാത്ര ചെയ്യാവുന്നത്. സ്റ്റാച്യു കാണുന്നതിന് മാത്രമായിട്ട് അതിന് അനുബന്ധിച്ചുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉള്ളിലെ ലിഫ്റ്റും യൂസ് ചെയ്യുന്നതിന് നമുക്ക് 380 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ സ്റ്റാച്യു കൂടാതെ നിങ്ങൾക്ക് മ്യൂസിയവും ഇവിടുത്തെ ബോട്ടിങ്ങും നാച്ചുറൽ പാർക്കും എല്ലാം കൂടെ കാണുന്നതിന് 580 രൂപയോളമാണ് ടിക്കറ്റ് ചാർജ്. സ്റ്റാച്യു മാത്രം കാണുന്നതിന് 350 രൂപ ഉള്ളതിന് VIP പാസ് 1500 രൂപയുടെയാണ്. പെട്ടെന്ന് കയറുവാനായി ഞങ്ങൾ ആ പാസ് തരപ്പെടുത്തിയാണ് ഉള്ളിലേക്ക് കയറിയത്. 6 മണിയോടുകൂടി ലിഫ്റ്റിൽ താഴെ എത്തി എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് ചായ കുടിച്ചതിന് ശേഷം വീണ്ടും അകത്ത് കയറി 7:30 തുടങ്ങിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കണ്ടിട്ട് 8 മണിക്ക് പുറപ്പെട്ട് 10:30 മണിയോടുകൂടി ഞങ്ങൾ ബറോഡയിൽ തിരിച്ചെത്തി. ഓൺ ദി വേയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഈ ടൂറ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത സന്തോഷനും അതുപോലെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല ആഹാരം തരികയും ഞങ്ങളോട് നല്ലപോലെ സഹകരിക്കുകയും ചെയ്ത സന്തോഷിൻ്റെ കുടുംബാംഗങ്ങൾക്കും ആൻറ്റിക്കും അമ്മച്ചിക്കും എല്ലാം ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ഞാർ